കെഎസ്ആർടിസിയിലെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്ക് നാളെ തുടക്കമാകും. രാവിലെ 8:30 തിരുവനന്തപുരം തമ്പാനൂരിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചരിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ യാത്രയിൽ വനിതകൾക്കൊപ്പം ബസ്സിൽ മുഖ്യമന്ത്രിയും സഞ്ചരിക്കും. ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിക്കുന്നത് അടക്കമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ടതായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ഡബിൾ ബെല്ലടിച്ച് പ്രിയദർശിനി ബസ്സുകൾ ഓടിത്തുടങ്ങുമ്പോൾ അത് ഒരു ചരിത്ര നിമിഷമാകും. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ലഭ്യമാകും. ഉദ്ഘാടന സർവീസിൽ ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകൾ തന്നെ. ഏറ്റവും കൂടുതൽ സാധാരണയായിട്ടുള്ള യാത്രക്കാർ വനിതാ യാത്രക്കാർ കൂടുതൽ കയറുന്നത് KSRTCയിൽ ഓർഡിനറി ബസ്സുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറിയൊരു എമൗണ്ടാണ് 25 രൂപ 30 രൂപ എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ഒരു 50 രൂപ വരെ ലാഭിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിൽ ഭയങ്കരമായ ഒരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ചരിത്രയാത്രയിൽ പങ്കാളികളാകും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര. മലബാർ മേഖലയിലെ ബസ്സുകളുടെ കുറവ് വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോൾ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റ് പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണമെങ്കിൽ. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും അനുകൂലിക്കുന്നതിലേ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. യാത്ര സൗജന്യമാണെങ്കിലും 0 ടിക്കറ്റ് നിർബന്ധമാണ്. ടിക്കറ്റ് എടുക്കാത്തവരിൽ നിന്നും 500 രൂപ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പും KSRTC നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.